സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടിന്യൂസ്ലി ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. ഏതാണ്? കേരളത്തിൽ വലിയൊരു രീതിയിൽ രാഷ്ട്രീയത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. ആ വിഷയങ്ങളെപ്പറ്റിയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഓരോ കാര്യങ്ങളെപ്പറ്റിയും. അതായത് രാഹുലിനെതിരെ പരാമർശവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ട്രാൻസ് വുമൺ എന്ന് പറയുന്ന അവന്തിക എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഇര അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയപ്പെടുന്ന ആ ഒരു പെണ്ണെന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ട്രാൻസ് വുമൺ പുള്ളിക്കാരി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പുള്ളിക്കാരിയെ പീഡിപ്പിക്കാനായിട്ട് ശ്രമം നടത്തുന്നു, ഈ ഹൈദരാബാദും ബാംഗ്ലൂരും ഒക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ടാണ് വന്നിരുന്നത്. അതിനുള്ള തെളിവുകളായിട്ട് കാണിച്ചത് ടെലഗ്രാം ചാറ്റുകളും വാട്സപ്പ് കോളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ സോഴ്സ് കറക്റ്റായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉറവിടങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരം പറയാൻ പറ്റാതെ അവന്തിക കുഴയുകയും പിന്നീട് അതിനുശേഷം വാലും ചുരുട്ടി എവിടേക്കോ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, അവന്തിക എന്ന് പറയപ്പെടുന്ന ഈ ട്രാൻസ് വുമൺ BJPയുടെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ BJPക്ക് വേണ്ടിയിട്ട് 50,000 രൂപ എന്തോ മേടിച്ചിട്ട് എന്തോ അഭിനയിക്കുന്ന ഒരു പരിപാടിയാണെന്നൊക്കെയാണ് ഞാൻ പല ചാനലുകളും കണ്ടത്. അതിന് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല, സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും പുള്ളിക്കാരി കാണിച്ച പരിപാടിയൊക്കെ നമുക്കറിയാം അല്ലേ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ എന്താണ് ഇതിനെതിരെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ശരിയാണോ തെറ്റാണോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കും. കാരണം ഇങ്ങനെ ഒരു സാധനത്തിനെ പിടിച്ച് പീഡിപ്പിക്കേണ്ട ഒരു ഗതികേടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ പിന്നീട് അതിനുശേഷം യുവനടി എന്ന് പറയപ്പെടുന്ന നാളിതുവരെ ഫോണിലോ TV-യിലോ എങ്ങും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു നടി. പുള്ളിക്കാരിക്ക് വേറെ ഒരു പണിയുമില്ല. ഇനി ഇതിന് പിന്നാലെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കെതിരെ ഒരു കേസുമായിട്ടൊക്കെ പോകും. എന്ത് തന്നെ കോപ്പുമായിട്ട് പോയാലും പറയാനുള്ളത് നമ്മൾ പറയും. അതായത് നടി എന്നറിയപ്പെടാൻ വേണ്ടിയിട്ട്, നടി എന്നുള്ളൊരു പേരിൽ അറിയപ്പെടാനുള്ള അതിയായ ആഗ്രഹം മൂലം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ താനുമായിട്ടുള്ളൊരു ബന്ധം, ആ ഒരു ബന്ധം മോശമായിട്ടുള്ള രീതിയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്തേക്ക് വന്നത്. തന്നെ ആ രീതിയിലേക്കൊക്കെ രാഹുൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. എന്നാൽ പിന്നീട് ഈ വിഷയങ്ങളെപ്പറ്റി മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ റിനിക്ക് പറയാനുള്ള ഉത്തരം, അയ്യോ ഓണമൊക്കെ അല്ലേ, എനിക്ക് ഓണം ആഘോഷിക്കണം, ഈ സമയത്ത് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാതിലൊക്കെ വലിയൊരു റിങ് വിട്ട് ഒരുമാതിരി സർക്കസിൽ, ജംബോ സർക്കസിലൊക്കെ അവരിങ്ങനെ ഈ വയറ്റത്തൊക്കെ ഇട്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു റിങ്ങില്ല, ആ സാധനമൊക്കെ എടുത്ത് കാതിൽ വിട്ടുകൊണ്ട് വലിയ ഒരുങ്ങിയൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ട് മൂഞ്ചി മാനറസൊക്കെ കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഓർക്കണം. ഇത് കാണുമ്പോൾ വെച്ചൊരു അടി കൊടുക്കാനാണ് തോന്നുന്നത്. കാരണം ഒരു പയ്യനെ അവനെ താറടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അവനെ ഈ പറയുന്ന സമൂഹത്തിന് മുന്നിൽ ഒരു കൊള്ളരുതാത്തവനാക്കിയിട്ട് വീട്ടിലും അവന് സമൂഹത്തിലും നാട്ടിലും എങ്ങും ഇറങ്ങി നടക്കാൻ പറ്റാത്തത്ര ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട്, അതും സാധാരണ ഒരു വ്യക്തിയല്ല, രാഷ്ട്രീയത്തിൽ ഇനിയും വളർന്നു പോയി കഴിഞ്ഞാൽ നാളെ വേറെ ഏതെങ്കിലുമൊക്കെ ലെവലിലെത്താവുന്ന, മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഉള്ള, രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല ഒരു നേതാവെന്നൊക്കെ പറയാൻ പറ്റുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് പരാമർശമായിട്ട് വന്നത്. ഈ അങ്ങനെയുള്ളവർക്കെതിരെ പരാമർശം നടത്തിയാലല്ലേ റീച്ച് ആവാൻ പറ്റും. അത് വേറൊരു കാര്യം, നമ്മൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെയൊക്കെ മിസ്റ്റേക്ക്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ റിനി വലിയ പ്രസ്താവനയായിട്ട് വന്നു. എന്നാൽ റിനി പിന്നീട് വെറും ക്രിമിയായി പോയൊരു കാര്യമാണ് ഈ മാധ്യമങ്ങൾ തുടരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി മറുപടി പറയാനില്ലാതെ എൻ്റെ വീട്ടിൽ ഓണം ആഘോഷമാണെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഓണവും അവൻ്റെ വീടും എല്ലാം മുടിപ്പിച്ചിട്ട് നിനക്കൊക്കെ എന്ത് ഓണാഘോഷമാടി? ഒരു മര്യാദയൊക്കെ വേണ്ടേ, ലേശം ഉളുപ്പ് വേണ്ടേ? ഒരാളെപ്പറ്റി ഒരു ആരോപണം പറഞ്ഞിട്ട് ആ പേരിൽ കൂടി നടിയെന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടാൻ ശ്രമിക്കുന്ന ചെറ്റത്തരമാണല്ലോ ഇത്. വേറെ വാക്കുകളൊക്കെ വരുന്നുണ്ട്, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കേസ് വരാൻ സാധ്യതയുള്ളതിനാൽ ഞാനത് പറയുന്നില്ല. ഒരു പയ്യൻ്റെ, അത് ഞാൻ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് വ്യക്തമല്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മനുഷ്യനാണ്, ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്നതിനേക്കാൾ ഉപരിയായുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഈ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള നിലയും വിലയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അയാൾക്കും കുടുംബമുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു ഓണത്തിന് ആഘോഷിക്കേണ്ട സമയത്ത് ആ ഒരു വ്യക്തിയെപ്പറ്റി ഒരു മോശമായിട്ടുള്ള ചെറ്റത്തരം എന്ന് പറഞ്ഞിട്ട് റിനി പറയാണ് റിനിക്ക് ഓണം ആഘോഷിക്കണമെന്നുള്ളത്. നമുക്ക് ആദ്യം ഈ റിനി ഇതിനെപ്പറ്റി പറഞ്ഞൊരു കാര്യം അതെന്താണെന്ന് കേട്ട് നോക്കാം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് തുടക്കം മുതൽ അവസാനം വരെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിനിയെപ്പറ്റി എന്താണ് രാഹുൽ ഈശ്വറിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഈ റിനിക്ക് എന്താണ് ഇതിനെപ്പറ്റി പിന്നീട് വന്ന വിമർശനങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. ഇല്ല, ഞാനിവിടെ വന്നിരിക്കുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഇവിടെ ഒരു പായസമേളയുണ്ട്. അപ്പൊ അതിന്റെ പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബാലിയുടെ ഒരു മോഡലിൽ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണാനും ഓൾറെഡി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ്. അപ്പൊ ഞാൻ അന്നും വന്നിരുന്നു. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പൊ ഇവിടെ പായസമേളയുണ്ട്, ഒരുപാട് തരം പായസങ്ങളുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും വന്ന സ്ഥിതിക്ക് പായസമൊക്കെ കഴിക്കണം. ഇപ്പോൾ പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും വിവരങ്ങൾ തേടിയാൽ എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുമോ പോലീസ്? ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെയൊക്കെ സമയമായി വരുവാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അല്ല, ഞാൻ അതിനകത്തൊന്നും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഞാനിപ്പോ
പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അല്ല, അതൊക്കെ ഞാൻ കുറിച്ചൊന്നും ഒപ്പയും ചെയ്യുന്നില്ല. അതൊക്കെ പ്രസ്ഥാനം തീരുമാനിക്കേണ്ട കാര്യം. ആരാണ് എന്താണ് അനാവശ്യമായിട്ട് ഈ ഒരു കേസിലേക്ക് വലിച്ചെടുക്കരുത് എന്നൊക്കെ ഏതായാലും അതിനൊരു സാഹചര്യം എന്തായിരുന്നു? വലിയൊരു ആക്രമണം അദ്ദേഹത്തിനെതിരെ ഉണ്ടാവും തോന്നിയിട്ടാണോ? സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു. എന്തോ തരം ഗൂഢാലോചനകളൊക്കെ ആണെന്നുള്ളത്. ഞാനൊരു ഇന്റർവ്യൂവില് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞുപോയ ഒരു കാര്യം മാത്രമാണ്. അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് ഞാനൊന്ന് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തി വെറുതെ മനസ്സാവാച കർമ്മണം അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, താങ്ക് യു. അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങളിൽ ഉള്ളവരും അതേപോലെ രാഷ്ട്രീയത്തിലുള്ളവരും ഇപ്പോൾ അത് റിനി ആൻഡ് ജോർജും ചെയ്തുകൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു വിമർശനവുമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രസ്താവനയായിട്ടാണ് പുള്ളിക്കാർ വന്നത്. എന്നിട്ട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാനിവിടെ പായസം കൂച്ചാൻ വന്നതാണ്, നിങ്ങളെല്ലാവരും കൂച്ചിട്ട് വീട്ടിൽ പോകണം കേട്ടോ, നല്ല പായസമാണ്, നാണമുണ്ടോ സ്ത്രീയെ? ഒരു ലേശ ഉളുപ്പ് അതെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനാണ് അയാൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാണാണ്. ആ ആണൊരുത്തനെ നിൻ്റെയൊക്കെ ഈ തോന്നിവാസം കാരണം അയാൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിട്ട് നീയൊക്കെ പായസം കുടിച്ച് അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. എന്നാൽ അയാൾ ചെയ്ത തെറ്റെന്താണ്? ആ തെറ്റിനെ പറ്റി നിങ്ങൾക്ക് പറയാൻ യാതൊരുവിധ താല്പര്യമില്ലെന്നല്ല, അതിന് സത്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എനിക്ക് പരാതി ഉന്നയിക്കാനായിട്ട് ഇപ്പോൾ താല്പര്യമില്ല, ഉണ്ടെങ്കിൽ ഞാൻ അതെന്തായാലും പറഞ്ഞോളാം. ഈ രാഹുലിൻ്റെ പേര് ഇപ്പോഴും പറയുന്നില്ല. പുള്ളിക്കാരി വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് റീച്ച് ആവാൻ ഞാനൊരു കാര്യം ഇതിൽ പറഞ്ഞുതരാം. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു വ്യക്തിയാണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഒരു വലിയൊരു വിഷയം നടക്കുകയാണ്. ഞാനൊരു സ്ത്രീയും കൂടെ ആയിരിക്കണം, പുരുഷനാണ് നടക്കില്ല കേട്ടോ, ആ പരിപാടിയൊന്നും അവിടെ നടക്കില്ല. അപ്പോൾ ഒരു സ്ത്രീയും കൂടെ ആണെങ്കിൽ ഈ കേസൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള കേസ് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കും, അപ്പോൾ ഞാനൊരു യുവ നടി എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്നെ അത് മൈൻഡ് ചെയ്യണ്ടേ, അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടത്തില്ല, കാരണം കഴിവുണ്ടെങ്കിലല്ലേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ വിഷയത്തിൽ കയറി ഇങ്ങനൊരു വ്യക്തി എന്നെപ്പറ്റി പറഞ്ഞു. എന്നാൽ ആ വ്യക്തിക്ക് കയ്യുമില്ല, തലയില്ല, വാലുമില്ല, ഒന്നുമില്ല. ആ വ്യക്തി എന്നെക്കുറ്റി ഇങ്ങനെ പറഞ്ഞു. ആരാണ് ചോദിക്കും? ഹൂ കെയർസ്? അത്രമാത്രം പറഞ്ഞാൽ മതി. പരിപാടിയോടുകൂടി ക്ലോസ്ഡായി. ഇനി അതിൻ്റെ പിന്നാലെ ഉണ്ടാവുന്ന ഈ വരും വരായികളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അവർ നോക്കിക്കോളും. പാർട്ടി നേതൃത്വം നോക്കിക്കോളുമില്ല. നമ്മൾ അതിനെപ്പറ്റി എന്തിനാണ് വറീഡാവുന്നത്? എനിക്ക് ജസ്റ്റ് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, ഹൂ കെയർസ്? അപ്പോൾ ഇത് ആരെപ്പറ്റിയാണ് പറയുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ പോലും ഇല്ല. വെറുതെ എൻ്റെ ആവശ്യം എന്താ? എനിക്കൊരു നടിയാണെന്ന് അറിയപ്പെടണം. എന്നാൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ക്യാമറയുടെ മുൻപിൽ? ഇല്ല. ആകെയുള്ളൊരു ക്യാമറ റിപ്പോർട്ട് ചാനലിൻ്റെ പല ആളുകളുടെയും ക്യാമറയുടെ മുൻപിൽ നിന്നിട്ട് ഇതുപോലത്തെ പരിപാടികൾ വിടുവായത്തരം പറയുക എന്നുള്ളൊരു ഒറ്റ പരിപാടി മാത്രം. ഇത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് നടി എന്നുള്ളൊരു പേരിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് എവിടെയോ കിടക്കുന്നവന്മാരൊക്കെ വന്നിട്ട് വലിയ ഒരുങ്ങി കെട്ടി നിന്നിട്ട് പറയുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ രാഹുലിൻ്റെ പേരൊന്നും പറയുന്നില്ല, എന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്ന്. എന്ത് വാല്യൂ ആണല്ലോ ഉള്ളത്? ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും പറയണ്ടോ? മുകേഷിനെതിരെ വന്ന ആരോപണങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു, കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുകേഷിനെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. രാഹുലിന് എന്തെങ്കിലും പറ്റിയപ്പോഴത്തേക്ക് രാഹുലിൻ്റെ വീട്ടിലേക്ക് മാറിച്ച് കോഴിയെ കെട്ടിത്തൂക്കിക്കൊണ്ട് പോകുന്നു. മഹിളാ ജനോ അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇവർ ഈ തൊട്ടിലും കെട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം ഈ BJPയിലുള്ള കൃഷ്ണകുമാറിൻ്റെ ഒരു പരിപാടി നമുക്കറിയാം. ബേഡനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്ന കൃഷ്ണകുമാറിൻ്റെ ഭാര്യ, അതേ ഭാര്യയുടെ ഭർത്താവ് തന്നെയാണെന്ന് തോന്നുന്നു ഈ കൃഷ്ണകുമാറും. അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ അവനൊരു പീഡനവീരനാണെന്നുള്ളതിൻ്റെ ഒരു കേസ് പിന്നാലെ വരികയുണ്ടായി. അവരുടെ വീട്ടിലേക്ക് ആരും കോഴിയെ കൊണ്ട് പോവുകയോ കൃഷ്ണകുമാരെ വാവാവോ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടും കൊണ്ട് നിൽക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. എന്തു പറ്റി ചേച്ചിമാരെ? വയ്യേ? കൈ തളർന്നോ? അതായിരിക്കുമല്ലോ നടന്നിരിക്കുന്നത്. ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ അടിച്ച് അമർത്താൻ നോക്കാമോ അതിൻ്റെ എല്ലാ ലെവലും ഇവർ പരീക്ഷിക്കും. വേടൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇനി വേടനെതിരെ ഒരു സ്ത്രീ ഒരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ കോടതി അത് ചെവിക്കൊള്ളില്ല. കാരണം ഈ വന്നിരിക്കുന്നതിന് വലിയ ലോജിക്കൊന്നുമില്ല. ഈ ഒരു പ്രിവിലേജ് സ്ത്രീകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പുരുഷനെ അങ്ങ് നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് കോടതിക്ക് മനസ്സിലായി. അത് തന്നെയാണ് ഈ രാഹുലിൻ്റെ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി രാഹുൽ ഈശ്വറിന് പറയാൻ എന്താണുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. നിനക്ക് ഉളുപ്പുണ്ടോ റിനി? എങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, ഞാൻ ഒരിക്കലും സ്ത്രീകളെ വിമർശിച്ച് വീഡിയോ ചെയ്യാറില്ല. അതിനർത്ഥം സ്ത്രീകളെ വിമർശിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. പൊതുവേ നമ്മുടെ ഒരു സോഷ്യൽ മാന്യതയുടെ ഭാഗമായി, സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമായി പൊതുവേ സ്ത്രീകളെ വിമർശിച്ച് വീഡിയോ ചെയ്യാറില്ല. ചെയ്യുമ്പോൾ ജി അല്ലെങ്കിൽ മാഡം, എന്നെക്കാട്ടി പ്രായം കുറഞ്ഞവരെ പോലും ജി അല്ലെങ്കിൽ മാഡം എന്ന് വിളിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷെ ചോദിക്കാതെ തരവില്ല. നിനക്ക് ഉളുപ്പുണ്ടോ റിനി? അതായത് ഒരുത്തന്റെ ജീവിതം നശിപ്പിച്ചിട്ട് റിനിയോട് ചോദിക്കുകയാണ്. ആ ചോദ്യം കൂടെ കേൾക്കണം. അതുകൂടെ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അത് പൂർത്തിയാകുകയുള്ളൂ. റിനിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, പോലീസിന്റെ കയ്യിൽ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾ അതിന് മൊഴി കൊടുക്കുമോ, തെളിവ് കൊടുക്കുമോ? റിനിയുടെ മറുപടി, പോലീസ് കേസെടുക്കാൻ പോവാണ്, വിവരങ്ങൾ കൈമാറും. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും
അങ്ങനെ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ ഓണം ആയതുകൊണ്ട് തെളിവില്ലാതാവും. അപ്പൊ അതിന്റെ ഒരു ഒന്നുകൂടെ കേൾക്കണേ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഓണത്തിന്റെ ഒക്കെ കാലമല്ലേ. ഒരാഴ്ച മുമ്പ് ഓണത്തിന് എന്താ ഇൻഡിപെൻഡൻസ് ഡേയുടെ കാലം എന്ന് പറയുന്നത്? ഇത് കഴിഞ്ഞ് എന്താ പറയുന്നത് അറിയോ? ക്രിസ്മസ് ഒക്കെ വരികയല്ലേ. ഇനി ക്രിസ്മസ്, നബിദിനം, വിഷു, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, അങ്ങനെ എല്ലാ പരിപാടിക്കും പോവാലോ. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ സമയമായി വരും. അപ്പൊ അതിന്റെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ പെടുത്തി ഒരുപാട് പബ്ലിസിറ്റി കിട്ടി, റീലുകൾക്ക് റീച്ച് കൂട്ടി, സോഷ്യൽ മീഡിയയിൽ താരമായി ഒരുപാട് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ടല്ലോ. അവിടെ ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പുരുഷൻ ഒരു പക്ഷേ വെളി കാണിക്കൂല, വേദനിച്ചും വിഷമിച്ചും ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. അവനൊരു അമ്മയില്ലേ, അവന് വീട്ടുകാരില്ലേ, അവരെ എല്ലാം ജീവിതം താറുമാറാക്കി ഓണത്തിന് ബന്ധുക്കളുടെ വീട്ടിൽ പോലും പോകാൻ പറ്റാതെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ, വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല, ഫാദർ മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയ്ക്കടക്കം ഓണം ഉണ്ണാൻ ബന്ധുക്കളുടെ വീട്ടിൽ പോലും പോകാതെ ആക്കുന്ന അവസ്ഥയിലാക്കിയിട്ട് താങ്കൾ എല്ലാ സ്ഥലങ്ങളിലും പോയി താരമാകുകയാണല്ലോ. തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അയാളുടെ വാദങ്ങൾ ഖണ്ഡിക്കത്തക്ക എല്ലാരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണോ? എല്ലാരും എങ്ങനെ തീരുമാനിക്കുന്നത്? റിനിക്ക് അശ്ലീല മെസ്സേജോ റിനിക്ക് ഏതെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നാട്ടുകാർ തീരുമാനിക്കേണ്ട കാര്യമാണോ? അപ്പൊ അതിന്റെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് സ്വന്തമായിട്ട് ആഘോഷമോ? ബാക്കിയുള്ളവന്റെ ജീവിതം തകർത്തോട്ടെ. അയാളുടെ വാദങ്ങൾ ഖണ്ഡിക്കത്തക്ക തെളിവുകൾ കയ്യിലുണ്ടോ? തെളിവുകൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭീകര തെളിവുകളൊന്നും ഇതിനകത്ത് ഇനി വേണമെങ്കിൽ എനിക്ക് റിനി മാംഗോ ഫെസ്റ്റിൽ പോയി ദ്വയാർത്ഥ പ്രയോഗത്തോടു കൂടി ആൾക്കാരെല്ലാം എന്നെ മാംഗോ ഫെസ്റ്റിന് വിളിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ ചെയ്തു. ദ്വയാർത്ഥ പ്രയോഗത്തിൽ വേണമെങ്കിൽ വളരെ എക്സ്പോസ്ഡ് ആയ റിനിയുടെ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെല്ലാം കാര്യമായി പ്രദർശിപ്പിക്കുന്ന ആ വീഡിയോ ഒക്കെ എടുത്ത് സ്ലട്ട് ഷെയിം ചെയ്ത് പറയായിരുന്നു. പക്ഷെ നമ്മൾ പുരുഷന്മാർ അങ്ങനെ വിമർശിക്കരുത്. ഒരു സ്ത്രീയെ വിമർശിക്കുമ്പോൾ മാന്യമായിട്ടാണ് വിമർശിക്കേണ്ടത്. ആ സ്ത്രീയെ വിമർശിക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ അവരുടെ ശരീരഭാഗങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ അവരെ സ്ലട്ട് ഷെയിം ചെയ്തോ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചോ അല്ല, അവരുടെ നിലപാടുകളെ വിമർശിക്കണം. റിനിയുടെ നിലപാടുകളെ വിമർശിക്കണം. തെളിവില്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്ന ഹണി ഭാസ്കരന്റെ കണ്ടില്ലേ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ. നമുക്കറിയാം ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. എന്നാൽ പുരുഷനൊരു വിഷയം വരുമ്പോൾ എത്ര പേര് സംസാരിക്കും? ഞാൻ അധികം ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആകെ രാഹുൽ ഈശ്വറിനെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പണ്ട് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിലൊരു കാര്യം ഉണ്ടായപ്പോഴും രാഹുൽ ഈശ്വർ തന്നെയാണ് പ്രതികരിച്ചത്. ആദ്യം പ്രതികരിച്ചൊരു വ്യക്തി രാഹുൽ ഈശ്വറാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഈ കാര്യത്തിലും അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ പുരുഷന്മാർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അവർക്ക് ചോദിക്കാനും പറയാനും ഒരു സംഘടനകളോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോ വരില്ല എന്നുള്ളത് നമ്മൾ ഇവിടെയും കാണുകയാണ്. അപ്പോൾ ഈ രാഹുൽ ഈശ്വർ ചോദിച്ചൊരു ചോദ്യം, റിനിക്കിപ്പോൾ ഒരുപാട് ഉദ്ഘാടനങ്ങളായി. റിനി എന്ന് പറയുന്ന യുവ നടി എന്ന് പറയുന്ന ആൾ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പോലും സിനിമയിൽ എവിടെ അഭിനയിച്ചു, എക്സ്പീരിയൻസ് എന്താണെന്ന് പോലും ആരും ചോദിക്കാത്ത രീതിയിലേക്ക് വളർന്നു. എങ്ങനെയാ? ഈ റിപ്പോർട്ടർ ചാനലും ഡോക്ടർ അരുൺകുമാറും എല്ലാം കൂടി ഇങ്ങോട്ട് വളർത്തി. ഏത് നടിയാ? ആർക്കും അറിയില്ല. ഏത് സിനിമ അതും അറിയില്ല. ഒരു നടിയെ അങ്ങോട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ തവണ ഒരു കാര്യം തന്നെ വീണ്ടും ക്യാമറയിൽ കാണിക്കുകയും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു നടിയാവുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ചുമ്മാ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്കൊരു നടനോ നടിയോ ഒക്കെ ആവായിരിക്കും അല്ലേ? അതായിരിക്കും ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശും കൊണ്ട് സ്വന്തം ശരീരഭാഗങ്ങൾ അവിടെ ഇവിടെയും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോ ഞാൻ കണ്ടു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മെസ്സേജ് അയച്ചത് വലിയ പ്രശ്നമാണ്. എന്നാൽ രാഹുലിനെ പറ്റി കൃത്യമായിട്ടുള്ള തെളിവുണ്ടോ? അതൊന്നും എൻ്റെ ഇല്ല. തെളിവൊന്നും വേണ്ട. എന്തിനാ തെളിവ്? റിപ്പോർട്ടർ ചാനലുണ്ടല്ലോ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവർ പറയുന്നത് അങ്ങോട്ട് എരിവും പുളിയൊക്കെ ചേർത്തിട്ട് മഞ്ഞപ്പത്രം പോലെ ചെയ്തോളും ഡോക്ടർ അരുൺകുമാർ. അവനാണല്ലോ കോടതി. അല്ലെങ്കിൽ പോടാ എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ. ഇതിൽ എന്നിട്ട് റിനിക്ക് പറയാനുള്ള വേറൊന്നുമില്ല. റിനിക്ക് ഓണം ഉണ്ണണം, ഓണത്തിൽ പായസം കൂച്ചണം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അതേസമയം രാഹുൽ ഈശ്വർ ചോദിച്ചൊരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലൊരു അമ്മയുണ്ട്, അവർക്ക് ബന്ധുക്കളുണ്ട്. നമുക്കറിയാം ബന്ധുക്കളെന്ന് പറയുമ്പോൾ ഒരു വിഷയം കേൾക്കാനായിട്ട് നോക്കിയിരിക്കുന്ന ചെറ്റകളുള്ള കുടുംബമുണ്ട്. എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ രാഹുലിൻ്റെ കുടുംബം ഇപ്പോൾ അല്ലെങ്കിൽ രാഹുലിനെ ചുറ്റുപറ്റി നിൽക്കുന്ന വ്യക്തികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പുറത്തിറങ്ങിയാൽ മാധ്യമങ്ങളായി, ചോദ്യങ്ങളായി, അങ്ങനെ ചോദ്യശരങ്ങളുമായിട്ടൊരു ടീം തന്നെ നിർത്തിയിരിക്കുകയാണ്. പല ആളുകളും ഒരു ടീമിനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ രാഹുലിന് ഓണമൊന്നും ഉണ്ടല്ലേ? ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കിട്ടിയ വജ്രായുധം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. എന്തൊരു ചെറ്റത്തരമൊക്കെയാണല്ലേ ഈ പരിപാടിക്കൊക്കെ. ഇനിയെങ്കിലും ഒരു തടയട ഇടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. വേടൻ്റെ വിഷയത്തിൽ ഒരു സൈഡിലേക്ക് അതൊരു ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് കോടതി ഒതുക്കി. ഈ ഒരു വിഷയത്തിൽ എന്താണ് മറ്റുള്ളവർ എടുക്കുന്ന നിലപാടെന്നുള്ളതും ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാട് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ സഖാവ് പോലും മുൻപിലേക്ക് വന്നിട്ട് വെറുതെ എന്തോ ഒരു വിടുവായത്തരം പറഞ്ഞിട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് മുഖ്യമന്ത്രിക്കുള്ള ചൊരുക്കെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇറങ്ങി പോടാ എന്ന് പറഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് രാഹുലിനോടുള്ള ചൊരുക്ക്. അത് നമുക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കേണ്ടതിന് പകരം അതിലേക്കൊരു പെണ്ണിനെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് കുറച്ചങ്ങോട്ട് എരിവും
പുളിയും ചേരും, അല്ലെങ്കിൽ അങ്ങോട്ട് കുറച്ചുകൂടി ചൂട് വരുമെന്ന് ചിന്തിക്കുന്ന ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഇതൊക്കെ നിർത്തലാക്കിയില്ലെങ്കിൽ ഇനിയും പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ചെറ്റത്തരങ്ങൾ ഇനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല, ഈ തോന്നിവാസങ്ങൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല. ഇതിന് തടയിടാൻ സാധിക്കണം. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള വ്യക്തികൾ ഇത് സംസാരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കാൻ വേണ്ടി മുന്നിലേക്ക് നിൽക്കുന്നത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തുതന്നെയാണെങ്കിൽ രാഹുൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പുറത്തു വരട്ടെ. അതോടൊപ്പം റിനി എന്ന് പറയപ്പെടുന്ന ഇനി വളർന്നു വരാൻ പോകുന്ന സരിത 2.0 എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഞാനങ്ങനെ അവഹേളിക്കുന്നില്ല. അപ്പോൾ ഇനി വളർന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന യുവനടി എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾ ഇനിയും കത്തിക്കയറി പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവരെയൊക്കെ പോയി ബൈറ്റ്സ് എടുക്കാനായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്ന മാധ്യമങ്ങളെ നിങ്ങളെയൊക്കെ ഓർക്കുക പുച്ഛം മാത്രമേ ഉള്ളൂ. ഇവർക്ക് വേണ്ടുന്ന ചുളിവിലൊരു പബ്ലിസിറ്റിയാണ്. ആ പബ്ലിസിറ്റി നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചെറ്റത്തരങ്ങളാണ് പറയുന്നതെന്ന് അറിയാമായിരുന്നിട്ട് കൂടിയും അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വളരെ വൃത്തികെട്ട പരിപാടിയാണ്. കഷ്ടം തന്നെ.